യിൽ താമസിക്കുന്നയാളാണ് അല്ലേ? പേരെന്താണ്? പേര് സിജി. എന്താണ് ഇവിടെ നിലവിൽ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു ഭീതി എന്താണ്? ആന തന്നെയല്ല, എല്ലാ മൃഗങ്ങളും ഉണ്ട്. ഇപ്പോൾ നമുക്ക് ആനയുടെ ഭീഷണി ഉണ്ടായ ഒരു വലിയ ദുരന്തത്തിലൂടെ നമ്മളത് കണ്ടു കഴിഞ്ഞു. പുന്നേക്കാട് മുതൽ തട്ടേക്കാട് വരെയുള്ള ഒരു സ്ഥലം തന്നെ എടുത്തു കഴിഞ്ഞാൽ അത്രയും സ്ഥലത്ത് ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലും സർക്കാർ സംവിധാനങ്ങൾ സ്ഥാപിച്ചിട്ടില്ല, വനം വകുപ്പ് സ്ഥാപിച്ചിട്ടില്ല. അവിടെ നാട്ടുകാർ ഫണ്ടുണ്ടാക്കി ആ ഫണ്ട് മൂലം അവിടെ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിച്ചു കഴിഞ്ഞപ്പോൾ വന്യമൃഗങ്ങളുടെ സ്വൈര്യവിഹാരത്തിന് തടസ്സമാകുമെന്നും പറഞ്ഞുകൊണ്ട് ആ ലൈറ്റ് സംവിധാനങ്ങളെല്ലാം ഓഫ് ചെയ്യുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് സന്ധ്യയായി കഴിഞ്ഞാൽ അതിന് പോകാൻ പറ്റില്ല. പകൽ പോലും വണ്ടി ഓടിച്ച് പോകുമ്പോൾ നമുക്ക് റോട്ടിൽ നോക്കാൻ പറ്റില്ല, സൈഡിൽ ആന നിൽപ്പുണ്ടോ എന്ന് നോക്കിയാണ് വണ്ടി ഓടിക്കാൻ പറ്റുകയുള്ളൂ. അതായത് ഇതിവിടെ ഈ ഒരു മേഖല എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് ഇരുട്ട് ആകും അല്ലേ? അങ്ങനെ ഒരു കാടും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ലൈറ്റ് എന്നുള്ളത് ഏറ്റവും അത്യാവശ്യമായി വേണ്ട ഒരു കാര്യമാണ്. ചുറ്റും വനമാണല്ലോ. അപ്പോൾ എപ്പോൾ നോക്കിയാലും ഒരു പകൽ സമയത്ത് പോലും ഇരുളിൻ്റെ ഒരു അന്തരീക്ഷം ഉണ്ടായിരിക്കും അവിടെ. അപ്പോൾ നമുക്ക് പകൽ പോലും നടക്കാൻ പറ്റില്ല. പകൽ പോലും ആനയുടെ ശല്യം വളരെ വലുതാണ് അവിടെ. നട്ടുച്ചയ്ക്ക് പോലും അതിലൂടെ ആനകൾ അങ്ങോട്ടും ഇങ്ങോട്ടും റോഡിന് വട്ടം നടക്കണേ. നമുക്ക് പകൽ പോലും വണ്ടി ഓടിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. കുട്ടികൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ എത്തുമോന്ന്, സ്കൂൾ ബസ്സിനാണ് എങ്കിൽ പോലും ആ സ്കൂൾ ബസ്സിന് നേരെ ആക്രമണം ഉണ്ടാവുമോ എന്നുള്ള ഭയമാണ് നമുക്കുണ്ടാകുന്നത്. എവിടെയെങ്കിലും ഒരു ഫോറസ്റ്റുകാരൻ ഈ ആക്രമണത്തിൽ മരിച്ചതായിട്ട് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നാട്ടുകാരല്ലാതെ പാവപ്പെട്ട ജനങ്ങളല്ലാതെ ആരും മരിച്ചിട്ടില്ല. ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനും മരിച്ചിട്ടില്ല. എവിടെയെങ്കിലും ഒരു അപകടം ഉണ്ടായി അല്ലെങ്കിൽ ഒരു ആന അവിടെ നിൽപ്പുണ്ട് എന്ന് ഫോറസ്റ്റ് സ്റ്റേഷനെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വരെ ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനും ആ സ്ഥലത്തേക്ക് എത്തി നോക്കിയിട്ടില്ല. അതാണ്. അപ്പോൾ നിങ്ങൾ ഈ പകൽ സമയത്ത് പോലും ഇത്ര വലിയ ഭീതിയിലാണ് എന്നുള്ളത് ഇവർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നിട്ട് പോലും ഇവർ തിരിഞ്ഞു നോക്കുന്നില്ല എന്നതാണ്. തിരിഞ്ഞു നോക്കുന്നില്ല. അവർക്ക് അതിന് സമയമില്ല. അവർക്ക് ഫോണിൽ തൊണ്ടുകൊണ്ടിരിക്കുക, സർക്കാർ ഒരുക്കിയിരിക്കുന്ന സംവിധാനങ്ങൾ കയറിയിരുന്ന് മറ്റു കാര്യങ്ങൾ ആസ്വദിക്കുക. അല്ലാതെ നാട്ടുകാരുടെ ജീവനോ പാവപ്പെട്ടവൻ്റെ ജീവനോ സ്വത്തിനോ അവർക്ക് സംരക്ഷണം നൽകാൻ സമയമില്ല. ഫണ്ടില്ല. എല്ലാ കാര്യത്തിനും അവർക്ക് ഫണ്ടില്ല. അവരുടെ കാര്യങ്ങൾക്ക് ഫണ്ടുണ്ട്.